BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ റഷ്യൻ സന്ദർശനം ചരിത്ര വിജയമെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിവിധ മേഖലകളിൽ സഹകരണത്തിന് സാധ്യതകൾ തുറന്നിടുന്നതായിരുന്നു. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാധ്യതകളും ചർച്ചയായി. പലസ്തീൻ പ്രശ്നത്തിന് അന്തിമമായ പരിഹാരവും സമാധാനപൂർണമായ അന്തരീക്ഷവും സാധ്യമാക്കുന്നതിന് ഊന്നൽ നൽകി മുന്നോട്ടു പോകുന്നതിനുള്ള വഴികളും ആരാഞ്ഞു. വിവിധ രാജ്യങ്ങളുമായി സുദൃഢ ബന്ധമാണ് ബഹ്റൈൻ ആഗ്രഹിക്കുന്നത്. നയതന്ത്ര ബന്ധങ്ങളടക്കം വിവിധ മേഖലകളിൽ റഷ്യയുമായുള്ള ബന്ധം ഏറെ പ്രാധാന്യപൂർവ്വമാണ് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ പരിഗണിക്കുന്നതെന്നും ഹമദ് രാജാവ് പറഞ്ഞിരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ പുരോഗതിക്കും ഉണർവിനും വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രത്യേകം ശ്ലാഘിച്ചു. ഗസയിലെ റഫ മേഖലയിൽ ഇസ്രായേൽ സേന നടത്തിയ നിഷ്ഠൂര ആക്രമണങ്ങളെ മന്ത്രിസഭ ശക്തമായി അപലപിച്ചു. നിരപരാധികളെ കൊന്നൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായി ഇടപെടേണ്ടതുണ്ടെന്നും ക്യാബിനറ്റ് ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യാവകാശങ്ങളും ലംഘിച്ചാണ് ഗസയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനങ്ങളെക്കുറിച്ചും പങ്കെടുത്ത പരിപാടികളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൂൺ മാസത്തിൽ വിവിധ മന്ത്രിമാർ നടത്തുന്ന സന്ദർശനങ്ങളെക്കുറിച്ച് കരടും അവതരിപ്പിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദൈബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം ചേർന്നത്. ബഹ്റൈനിൽ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്ത സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ഭവന നഗരാസൂത്രണ മന്ത്രാലയം. സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി. ഓരോ ദിവസവും താപനില ഉയരുകയാണെന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് നിർദ്ദേശം. കെട്ടിടങ്ങളിലെ വയറിംഗിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇലക്ട്രിക്കൽ കണക്ഷനുകളും ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും ഇടയ്ക്കിടെ പരിശോധിക്കണം. എയർ കണ്ടീഷണറുകൾ പോലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. അവ നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ടെന്നും ഇലക്ട്രിസിറ്റിയും വാട്ടർ അതോറിറ്റിയും നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക. പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വയറിംഗും കേബിളുകളും പരിശോധിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ആവശ്യമില്ലെങ്കിൽ ഇലക്ട്രിക് എക്സ്റ്റൻഷനുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. ഉപയോഗിക്കുകയാണെങ്കിൽ അവ ഉയർന്ന നിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കണം. തീപിടുത്തമുണ്ടായാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സുരക്ഷാ മുൻകരുതലുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്മോക്ക് ഡിറ്റക്ടറുകളും ഹീറ്റ് ഡിറ്റക്ടറുകളും സ്ഥാപിക്കുകയും അവ ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം. സൈക്കിളുകൾ, മറ്റ് വസ്തുക്കൾ എന്നിവ ഇടുന്നത് മൂലം ഇടനാഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടരുത്. അടിയന്തര ഘട്ടങ്ങളിൽ അത് ബുദ്ധിമുട്ടാകും. വാതിലുകൾ, അനാവശ്യ പൂട്ടുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കണം. ഗോവണിയിലേക്ക് നയിക്കുന്ന വാതിലുകൾ പൂട്ടുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ദാർ കുലൈബിൽ ഞായറാഴ്ചയുണ്ടായതുൾപ്പെടെ കഴിഞ്ഞ മാസം നിരവധി തീപിടുത്തങ്ങളുണ്ടായി. ദുറാസിൽ തീപിടുത്തമുണ്ടായിരുന്നു. 2 സംഭവങ്ങളും അശ്രദ്ധ മൂലമാണെന്നാണ് കണ്ടെത്തിയത്. മെയ് 18 സദേൺ ഗവർണറേറ്റിലെ സ്ക്രാപ്പ് യാർഡിൽ തീപിടുത്തത്തെ തുടർന്ന് 16 പേരെ ഒഴിപ്പിച്ചിരുന്നു. 11 അൽ ലൂസിയിലെ 8 നിലകളുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. സംഭവത്തിൽ 52 പേരാണ് ഭവനരഹിതരായത്. ഗ്യാസ് സിലിണ്ടറുകൾക്ക് തീപിടിക്കുന്നത് ചൂടുകാലത്ത് സാധാരണമാണ്. KMCC ബഹ്റൈൻ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. TV ഇബ്രാഹിം MLA, PA ജബാർ ഹാജി, PA സാദിഖ്, KM ഇസ്മയിൽ, ഫാരിസ് ഒമാനൂർ, ഷാബിർ അലി കക്കോവ്, ജലീൽ കൊണ്ടോട്ടി, ഹസീബ് കൊട്ടപ്പുറം, നിസാം കൊട്ടൂക്കര എന്നിവർ പങ്കെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഗുദൈബിയ ഏരിയ സമ്മേളനം കഴിഞ്ഞ ദിവസം ഉമ്മൽ ഹസം കിംസ് ഹോസ്പിറ്റൽ ഹാളിൽ നടന്നു. ജോയിന്റ് സെക്രട്ടറി ഫയാസ് സ്വാഗതം പറഞ്ഞു. സമ്മേളനം ഏരിയ കോർഡിനേറ്റർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി വിനീത് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. KPA വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ സംഘടനാ പ്രവർത്തന ഉദ്ബോധന പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ, ട്രഷറർ രാജ് കൃഷ്ണൻ, സെക്രട്ടറി അനോജ് മാസ്റ്റർ, സന്തോഷ് കാവനാട് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി വിനീത് അലക്സാണ്ടറും സാമ്പത്തിക റിപ്പോർട്ടർ ഏരിയ ട്രഷറർ മുഹമ്മദ് ഷഹനാസും അവതരിപ്പിച്ചു. സെയിന്റ് ബഹ്റൈൻ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ പോളിടെക്നിക്കുമായി പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. കരാർ അനുസരിച്ച് പോളിടെക്നിക്കിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും തടസ്സമില്ലാത്തതും വിശ്വസനീയമായവുമായ കണക്ടിവിറ്റി ലഭിക്കും. ബഹ്റൈൻ പോളിടെക്നിക് പരിസരത്ത് സെയിന്റ് ബഹ്റൈൻ മാനേജിംഗ് ഡയറക്ടർ, സെയിന്റ് ബഹ്റൈനിൽ നിന്നുള്ള മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ, പോളിടെക്നിക് CEO, എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത്. കരാറിന്റെ ഭാഗമായി പോളിടെക്നിക്കിലെ കണക്ടിവിറ്റി കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി സെയിന്റ് ബഹ്റൈൻ നെറ്റ്വർക്ക്
ഇൻഫ്രാസ്ട്രക്ചറും അത്യാധുനിക സാങ്കേതിക വിദ്യകളും നൽകും. തടസ്സമില്ലാത്ത ആശയവിനിമയം സുഗമമാക്കുന്നതിനും ഓൺലൈൻ പഠന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനും വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും ഡിജിറ്റൽ ഉറവിടങ്ങളിലേക്ക് കാര്യക്ഷമമായ പ്രവേശനം സാധ്യമാക്കുന്നതിനും ഇത് സർവകലാശാലയെ പ്രാപ്തരാക്കും. വാഹനപുക പരിശോധനയിൽ ക്രമക്കേട് തടയാൻ തത്സമയ റീഡിംഗ് പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കി. കേന്ദ്ര സർക്കാരാണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയത്. ഇതുവരെ പുറത്തേക്കുള്ള വാതകങ്ങളുടെ അളവ് ടെസ്റ്റിംഗ് സെന്ററുകൾക്ക് നിരീക്ഷിക്കാമായിരുന്നു. ടെസ്റ്റിംഗ് സമയത്ത് പുകക്കുഴൽ ക്രമീകരിച്ച് പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നോസിൽ പുറത്തേക്ക് നീക്കി വായു കയറ്റിവിട്ട് വിജയിപ്പിക്കുന്ന രീതി ചിലർ അവലംബിച്ചിരുന്നു. വാഹനങ്ങളുടെ ആക്സിലറേഷൻ ക്രമീകരിച്ചും പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തിയിരുന്നു. ഇതൊഴിവാക്കുന്നതാണ് പുതിയ ക്രമീകരണം. അന്തിമ ഫലത്തിൽ മാത്രമേ ഓരോ വാതകത്തിന്റെയും അളവ് വ്യക്തമാകൂ. ഇതിനൊപ്പം പാസ് അല്ലെങ്കിൽ പരാജയ സർട്ടിഫിക്കറ്റും ലഭിക്കും. പരിശോധനയ്ക്കിടെ ഇടപെടാൻ കഴിയില്ല. പരാജയപ്പെട്ടാൽ വാഹനത്തിന്റെ തകരാർ പരിഹരിച്ച് വീണ്ടും ടെസ്റ്റിന് ഹാജരാക്കേണ്ടി വരും. ഇതിനൊപ്പം വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന പുക പരിശോധനാ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക പരിശോധനയും ആരംഭിച്ചു. ബഹിർഗമന വാതകങ്ങളുടെ അളവിൽ അന്തരീക്ഷത്തിലേക്കാൾ ഓക്സിജൻ രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. വ്യാജ സോഫ്റ്റ്വെയർ കണ്ടെത്താൻ ലാബ് സൗകര്യമില്ലാത്തതിനാൽ ഓൺലൈൻ സോഫ്റ്റ്വെയർ ലഭിക്കുന്ന പരിശോധനാ ഫലം വിശകലനം ചെയ്താണ് ക്രമക്കേട് കണ്ടെത്തുന്നത്. ഇതിനിടെ എല്ലാ വാഹനങ്ങൾക്കും ഒരേ പരിശോധനാ ഫലം നൽകിയ യന്ത്രങ്ങൾ വിതരണം ചെയ്ത കമ്പനിയെ കരിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികളും ആരംഭിച്ചു. സ്കൂൾ വളപ്പിലെ മരക്കൊമ്പ് വെട്ടിമാറ്റുന്നതിനിടെ വീണ് വഴിക്കടവ് സ്വദേശിയായ യുവാവ് മാനന്തവാടിയിൽ മരിച്ചു. വഴിക്കടവ് മരുത കുന്നുമ്മൽപ്പൊട്ടി കുമ്പളക്കുഴിയിൽ മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. വയനാട് മാനന്തവാടി നിർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധനാഴ്ച വൈകിട്ട് 3:30 അപകടം. ഗ്രൗണ്ടിലുള്ള വാഗമരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടെ ചില്ലയൊടിഞ്ഞ് റാഫി വീഴുകയായിരുന്നു. ഉടനെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. നാട്ടുകാർക്കൊപ്പം സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനെത്തിയതായിരുന്നു റാഫി. മതിൽ നിർമ്മാണ ജോലിക്ക് ശേഷം മരക്കൊമ്പ് വെട്ടാൻ മരത്തിൽ കയറിയതായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വ്യാഴാഴ്ച കുന്നുമ്മൽപ്പൊട്ടിയിലെ വീട്ടിലെത്തിക്കും. മാതാവ് ഫാത്തിമ, ഭാര്യ തസ്നിയ, മകൾ നൂഹ അസ്നി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ 2 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് ശമനമില്ല. റോഡുകളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ മുങ്ങി. തലസ്ഥാന നഗരത്തിൽ വർഷങ്ങളായി പുരോഗമിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ മിക്ക റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ടതും ഇരട്ടി ദുരിതമായി. സംസ്ഥാനത്താകെ 34 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 666 കുടുംബങ്ങളിലെ 2054 പേരെ മാറ്റിപ്പാർപ്പിച്ചു. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ ബുധനാഴ്ച ഉച്ചയോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. പലയിടങ്ങളിലും 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളതീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്നു മുതൽ ജൂൺ 2 വരെ ലക്ഷദ്വീപ് പ്രദേശത്തും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അന്തമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മഴ ശക്തിപ്പെടുന്നതിനാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണിയോ നടക്കുന്ന ദേശീയപാത, സംസ്ഥാന പാത, മറ്റ് റോഡുകൾ എന്നിവിടങ്ങളിൽ യാത്രക്കാർക്ക് കാണുന്ന തരത്തിൽ സുരക്ഷാ ബോർഡുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം. റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കാൻ വേണ്ടതായ ഇടപെടൽ നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നു. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 എന്ന നമ്പറിലോ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.